ഒരു ട്രേയിൽ കുറച്ച് കുമ്മായപ്പൊടി എടുക്കുക. അതിൽ ഭാരം കണക്കാക്കിയ ഒരു ഇഷ്ടിക, എ, ബി, സി എന്നീ പ്രതലങ്ങൾ കുമ്മായപ്പൊടിയിൽ സ്പർശിക്കത്തക്ക രീതിയിൽ വയ്ക്കുക. കുമ്മായപ്പൊടിയിൽ ഇഷ്ടിക ഏത് രീതിയിൽ വച്ചാലും ഇഷ്ടിക പ്രയോഗിക്കുന്ന ആകെ ബലം തുല്യമായിരിക്കും. എന്നാൽ യൂണിറ്റ് പരപ്പളവിൽ ഇഷ്ടിക പ്രയോഗിച്ച ബലത്തിൻ്റെ അളവ് ഓരോ സന്ദർഭങ്ങളിലും വ്യത്യസ്തമാണ്. ചിത്രത്തിൽ ബി എന്ന പ്രതലത്തിനാണ് പരപ്പളവ് കൂടുതൽ. പരപ്പളവ് കൂടിയ പ്രതലം കുമ്മായപ്പൊടിയിൽ സ്പർശിക്കത്തക്ക രീതിയിൽ വയ്ക്കുമ്പോൾ അവിടെ പരപ്പളവ് കൂടുതലായതിനാൽ യൂണിറ്റ് പരപ്പളവിൽ ലംബമായി ഇഷ്ടിക പ്രയോഗിച്ച ബലം, അതായത് F/A കുറവായിരിക്കും. എന്നാൽ ഇഷ്ടിക കുത്തനെ വച്ചിരുന്നാൽ അവിടെ പരപ്പളവ് കുറഞ്ഞ പ്രതലമാണ് കുമ്മായപ്പൊടിയുമായി സമ്പർക്കത്തിൽ വരുന്നത്. അപ്പോൾ F/A പ്രകാരം യൂണിറ്റ് പരപ്പളവിൽ ലംബമായി ഇഷ്ടിക പ്രയോഗിച്ച ബലം ഇവിടെ കൂടുതലായിരിക്കും. ഒരു പ്രതലത്തിൽ ലംബമായി അനുഭവപ്പെടുന്ന ആകെ ബലമാണ് വ്യാപകമർദ്ദം എന്ന് പറയുന്നത്. എന്നാൽ യൂണിറ്റ് പരപ്പളവിൽ അനുഭവപ്പെടുന്ന വ്യാപകമർദ്ദത്തെ മർദ്ദം എന്ന് പറയാം. അതായത് മർദ്ദം സമം വ്യാപകമർദ്ദം ബൈ പരപ്പളവ് എന്ന രീതിയിൽ കണ്ടുപിടിക്കാം. ഈ വാക്യത്തിൽ നിന്നും മർദ്ദത്തിൻ്റെ യൂണിറ്റ് Nm/m² എന്ന് ലഭിക്കുന്നു. ഇതാണ് പാസ്കൽ എന്ന് അറിയപ്പെടുന്നത്. ഇവിടെ ചെയ്ത പരീക്ഷണത്തിൽ എല്ലാ സന്ദർഭങ്ങളിലും ഇഷ്ടിക പ്രയോഗിച്ച ആകെ ബലം അഥവാ വ്യാപകമർദ്ദം തുല്യമാണ്. പ്രഷർ ഈസ് ഈക്വൽ ടു ത്രസ്റ്റ് ബൈ ഏരിയ എന്ന് പറയാം. അതായത് മർദ്ദം സമം വ്യാപകമർദ്ദം ബൈ പ്രതല വിസ്തീർണം. എന്നാൽ ഇഷ്ടിക കുത്തനെ വെച്ചപ്പോഴാണ് കുമ്മായപ്പൊടിയിൽ കൂടുതൽ ആഴത്തിൽ കുഴിയുണ്ടായത്. പരപ്പളവ് ഏറ്റവും കൂടുതലുള്ള സമ്പർക്ക പ്രതലം കുമ്മായപ്പൊടിയിൽ വച്ചപ്പോൾ ഉണ്ടായ കുഴിയുടെ ആഴം മറ്റ് പ്രതലങ്ങൾ വച്ചപ്പോഴുണ്ടായ കുഴികളെ അപേക്ഷിച്ച് കുറവാണ്. ഒരു നിശ്ചിത ബലം പ്രയോഗിക്കുമ്പോൾ സമ്പർക്കത്തിൽ വരുന്ന പ്രതലത്തിൻ്റെ പരപ്പളവ് കൂടുമ്പോൾ മർദ്ദം കുറയുന്നു. അതായത് പരപ്പളവ് കുറയുമ്പോൾ മർദ്ദം കൂടുന്നു എന്നും പറയാം. ഒരു ആണിയുടെ പുറത്ത് നമുക്ക് നിൽക്കാൻ സാധിക്കില്ല. എന്നാൽ ആണിക്കിടക്കയിൽ നമുക്ക് ബുദ്ധിമുട്ടില്ലാതെ കിടക്കാം. പ്രതലത്തിൻ്റെ പരപ്പളവ് കൂട്ടിയോ കുറച്ചോ മർദ്ദത്തിൽ വ്യത്യാസം വരുത്തുന്ന ചില സന്ദർഭങ്ങൾ തന്നിരിക്കുന്നു. കത്തിയുടെ വായ്ത്തല കനം കുറച്ച് നിർമ്മിക്കുന്നു. മർദ്ദം കൂട്ടുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. കെട്ടിടങ്ങളുടെ അടിത്തറ വീതി കൂട്ടി നിർമ്മിക്കുന്നു. വീതി കൂട്ടി നിർമ്മിക്കുമ്പോൾ പ്രതല പരപ്പളവ് കൂടുന്നത് കാരണം മർദ്ദം കുറയുന്നു. യുദ്ധ ടാങ്കുകളുടെയും അതുപോലുള്ള മറ്റു വാഹനങ്ങളുടെയും ചക്രങ്ങൾ വീതി കൂടിയ ചങ്ങലകൾ കൊണ്ട് ബന്ധിപ്പിച്ചിരിക്കുന്നു. ഇവിടെയും മർദ്ദം കുറയ്ക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. തുന്നൽ സൂചിയുടെ അഗ്രം കൂർത്തതായി നിർമ്മിച്ചിരിക്കുന്നു. തുന്നൽ സൂചിയുടെ അഗ്രം കൂർത്തതായി നിർമ്മിക്കുമ്പോൾ അവിടെ പ്രതല പരപ്പളവ് കുറയുന്നത് കാരണം കൂടുതൽ മർദ്ദം പ്രയോഗിക്കാൻ കഴിയുന്നു. Given below are certain situations in which variation in pressure is brought about by increasing or decreasing the area of surface. Constructing a knife with a sharp edge. Constructing buildings with wider basements. Constructing the wheels of tanks and other such vehicles using wide chains. Making a sewing needle with a sharp tip. ഒരു ജലാശയത്തിൻ്റെ അടിത്തട്ടിൽ നിന്നും വരുന്ന
വാതക കുമിളകളുടെ ചിത്രമാണ് ഇവിടെ തന്നിരിക്കുന്നത്. ഇതിൽ അടിത്തട്ടിൽ നിന്ന് വരുന്ന വാതക കുമിളയ്ക്ക് വലിപ്പം കുറവും മുകളിലത്തെ വാതക കുമിളയ്ക്ക് വലിപ്പം കൂടുതലുമാണെന്ന് കാണാം. ഇതിന് കാരണവും ദ്രാവകമർദ്ദം തന്നെയാണ്. അടിത്തട്ടിലെ വാതക കുമിളയിൽ പ്രയോഗിക്കപ്പെടുന്ന ദ്രാവകമർദ്ദം കൂടുതലാണ്. എന്നാൽ മുകളിലത്തെ വാതക കുമിളയിലാകട്ടെ പ്രയോഗിക്കപ്പെടുന്ന ദ്രാവകമർദ്ദം കുറവാണ്. മർദ്ദത്തിൻ്റെ യൂണിറ്റ് ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആണ്. ഇതിനെ പാസ്കൽ എന്നും അറിയപ്പെടുന്നു. ബ്ലൈസ് പാസ്കൽ എന്ന ശാസ്ത്രജ്ഞൻ്റെ ബഹുമാനാർത്ഥമാണ് മർദ്ദത്തിന് പാസ്കൽ എന്ന യൂണിറ്റ് ലഭിച്ചിരിക്കുന്നത്. 1623 ജൂൺ 19 ഫ്രാൻസിൽ ജനിച്ച ഇദ്ദേഹം ഗണിതശാസ്ത്രത്തിലും ഊർജതന്ത്രത്തിലും നിരവധി സംഭാവനകൾ നൽകി. മർദ്ദത്തെ സംബന്ധിച്ച് ഇദ്ദേഹം കണ്ടെത്തിയ നിയമം പാസ്കൽ നിയമം എന്ന പേരിൽ അറിയപ്പെടുന്നു. മർദ്ദത്തിൻ്റെ യൂണിറ്റായ പാസ്കൽ എന്നത് ഇദ്ദേഹത്തിൻ്റെ ബഹുമാനാർത്ഥമാണ് നൽകിയിരിക്കുന്നത്. 1662 ഓഗസ്റ്റ് 19 ഇദ്ദേഹം അന്തരിച്ചു. ദ്രാവകമർദ്ദം. ചിത്രത്തിൽ കാണുന്നത് പോലെ ഒരേപോലുള്ള ഏതാനും ബലൂണുകൾ ഒരു PVC പൈപ്പിൽ ഉറപ്പിക്കുക. പൈപ്പിൽ ജലം നിറച്ച് ബലൂണുകളുടെ വികാസം നിരീക്ഷിക്കുക. ഏറ്റവും താഴെയുള്ള ബലൂൺ കൂടുതൽ വികസിച്ചതായി കാണാം. ഏറ്റവും മുകളിലത്തെ ബലൂണാകട്ടെ അത്രയധികം വികസിച്ചിട്ടില്ല. താഴെയുള്ള ബലൂൺ ഘടിപ്പിച്ചിരിക്കുന്ന പൈപ്പിന് മുകളിലുള്ള ദ്രാവകയൂപത്തിന് ഉയരം കൂടുതലാണ്. അതിനാൽ അവിടെ ദ്രാവകമർദ്ദവും കൂടുതലായിരിക്കും. എന്നാൽ മുകളിലത്തെ ബലൂൺ ഘടിപ്പിച്ചിരിക്കുന്ന പൈപ്പിന് മുകളിൽ വരുന്ന ദ്രാവകയൂപത്തിൻ്റെ ഉയരം കുറവാണ്. അതിനാൽ ഇവിടെ ദ്രാവകമർദ്ദവും കുറവായിരിക്കും. അതായത് ദ്രാവകങ്ങളിൽ അനുഭവപ്പെടുന്ന മർദ്ദം അതിന് മുകളിലുള്ള ദ്രാവകയൂപത്തിൻ്റെ ഉയരത്തെ ആശ്രയിച്ചിരിക്കും എന്ന് മനസ്സിലാക്കാം. ഫിക്സ് ഐഡന്റിക്കൽ ബലൂൺസ് ഓൺ എ PVC pipe as shown in figure. Observe the expansion of balloons on filling water in the pipe. The balloon which is connected in the bottom of the pipe expanded more. ദ്രാവകയൂപത്തിൻ്റെ ഉയരം കൂടുന്നതിനനുസരിച്ച് അത് പ്രയോഗിക്കുന്ന മർദ്ദവും കൂടുന്നു. ഒരു ദ്രാവകം യൂണിറ്റ് പരപ്പളവിൽ പ്രയോഗിക്കുന്ന വ്യാപക മർദ്ദത്തെയാണ് ദ്രാവകമർദ്ദം എന്ന് പറയുന്നത്. ദ്രാവകങ്ങൾ അത് സ്ഥിതി ചെയ്യുന്ന പാത്രത്തിൻ്റെ എല്ലാ വശങ്ങളിലേക്കും ബലം പ്രയോഗിക്കുന്നുണ്ട്. The pressure exerted by a liquid column increases with increase in height. The thrust acting per unit area by a liquid is liquid pressure. Liquids exert force on all sides of the container in which they are taken. ദ്രാവകയൂപത്തിൻ്റെ ഉയരം അത് പ്രയോഗിക്കുന്ന മർദ്ദത്തെ സ്വാധീനിക്കുന്നു എന്ന് മനസ്സിലാക്കാം. The height of the liquid column influences the pressure exerted by it. അടുത്തതായി മറ്റൊരു പരീക്ഷണം കൂടി ചെയ്തു നോക്കാം. സമാനമായ 2 PVC പൈപ്പുകൾ എടുത്ത് അടിവശത്ത് ഒരേപോലുള്ള ബലൂണുകൾ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് പോലെ ഉറപ്പിക്കുക. PVC പൈപ്പുകളിൽ ഒന്നിൽ മണ്ണെണ്ണയും അടുത്തതിൽ ജലവും ഒരേ അളവിൽ നിറയ്ക്കുക. ജലം നിറച്ച ബലൂൺ കൂടുതൽ വികസിച്ചതായി കാണാം. ഇവിടെ ഒരേ വലിപ്പമുള്ള ബലൂണുകളാണ് എടുത്തിരുന്നത്. അതുപോലെ ഒരേ അളവിലാണ് മണ്ണെണ്ണയും ജലവും നിറച്ചത്.
അപ്പോൾ ജലം നിറച്ച ബലൂൺ കൂടുതൽ വികസിക്കാൻ കാരണം ജലത്തിൻ്റെ കൂടിയ സാന്ദ്രതയായിരിക്കുമല്ലോ. Firmly fix two identical balloons at the lower ends of two identical PVC pipes as shown in figure. Now fill one of the pipes with water and the other with kerosene. The balloon which is filled with water expanded more. This is because the density of water is more than that of kerosene. ഈ രണ്ട് പരീക്ഷണങ്ങളിൽ നിന്നും ദ്രാവകമർദ്ദത്തെ സ്വാധീനിക്കുന്ന രണ്ട് ഘടകങ്ങൾ നമുക്ക് മനസ്സിലാക്കാം. ദ്രാവകയൂപത്തിൻ്റെ ഉയരം, ദ്രാവകത്തിൻ്റെ സാന്ദ്രത എന്നിവയാണ് ദ്രാവകമർദ്ദത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ. The factors influencing liquid pressure are height of the liquid column and density of the liquid. In other words, liquid pressure is directly proportional to the weight of liquid column over unit area. ദ്രാവകയൂപത്തിൻ്റെ ഉയരം എച്ചും ദ്രാവകത്തിൻ്റെ സാന്ദ്രത ഡിയും ഗുരുത്വാകർഷണം മൂലമുള്ള ത്വരണം ജിയും ആയാൽ ദ്രാവകമർദ്ദം പി സമം എച്ച് ഡി ജി ആയിരിക്കും. If the height of the liquid column is h, density of liquid d and acceleration due to gravity g, then liquid pressure is P is equal to HdG. നാം ഖരാവസ്ഥയിലും ദ്രാവകാവസ്ഥയിലും സ്ഥിതി ചെയ്യുന്ന വസ്തുക്കളുടെ മർദ്ദം പരിചയപ്പെട്ടു. അങ്ങനെയാണെങ്കിൽ വാതകങ്ങൾക്ക് മർദ്ദം പ്രയോഗിക്കാൻ കഴിയുമോ എന്ന് പരിശോധിക്കാം. ഉയരമുള്ള ഒരു കുപ്പിയിൽ അല്പം കടലാസ് കത്തിച്ചിടുക. കടലാസ് കത്തിത്തീരാറാകുമ്പോൾ നന്നായി പഴുത്ത ഒരു പഴം അല്പം തൊലി നീക്കി കുപ്പിയുടെ വായ്ഭാഗത്ത് വയ്ക്കുക. പഴം കുപ്പിക്കകത്തേക്ക് നീങ്ങുന്നതായി കാണാം. കടലാസ് കത്തുമ്പോൾ അകത്തെ വായുവിൻ്റെ മർദ്ദം കുറയുന്നു. കുപ്പിക്കകത്തെ വായുവിൻ്റെ മർദ്ദം കൂടുമ്പോഴും അത് വികസിക്കുമ്പോഴും കുപ്പിയുടെ വായ്ഭാഗം പഴം കൊണ്ട് അടച്ചതിന് ശേഷം കുപ്പിക്കുള്ളിലെ വായുമർദ്ദം കുറവായിരിക്കും. അന്തരീക്ഷമർദ്ദവുമായി താരതമ്യം ചെയ്യുമ്പോൾ കുപ്പിക്കുള്ളിലെ വാതകമർദ്ദം കുറവായിരിക്കും. അതിനാൽ അന്തരീക്ഷമർദ്ദം കാരണം പഴം കുപ്പിക്കുള്ളിലേക്ക് നീങ്ങുന്നതായി കാണാം. Burn a few pieces of paper and put it in a tall glass bottle. Peel a fully ripe banana a little and place it at the mouth of the bottle. When the paper has almost burned, what do you observe? The banana slips into the bottle. This is because the atmospheric pressure outside the bottle is greater than the pressure of air inside it. From this experiment, you might have understood that atmospheric air can exert pressure. ഈ പരീക്ഷണത്തിൽ നിന്നും അന്തരീക്ഷവായുവിന് മർദ്ദം പ്രയോഗിക്കാൻ കഴിയുമെന്ന് മനസ്സിലാക്കാം. ഭൂമിക്ക് ചുറ്റും വായുവിൻ്റെ ഒരാവരണമുണ്ട്. ഇതാണ് ഭൂമിയുടെ അന്തരീക്ഷം. അന്തരീക്ഷവായുവിൻ്റെ സാന്ദ്രത ഭൂമിയുടെ പ്രതലത്തിനടുത്ത് കൂടുതലും മുകളിലേക്ക് പോകുന്തോറും കുറവും ആയിരിക്കും. അതിനാൽ മുകളിലേക്ക് പോകുന്തോറും അന്തരീക്ഷമർദ്ദം കുറയും. ഭൂമിയുടെ ഉപരിതലത്തിൽ യൂണിറ്റ് പരപ്പളവിൽ അനുഭവപ്പെടുന്ന വായുരൂപത്തിൻ്റെ ഭാരമാണ് അന്തരീക്ഷമർദ്ദം. An envelope of air surrounds the earth. This is the earth's atmosphere. The density of atmospheric air near the surface of the earth is greater and it decreases as we go up. Hence, atmospheric pressure decreases as we go up. The weight of the air column over unit area of the earth's surface
is atmospheric pressure. Find out the reason. Astronauts wear specially designed clothes. In the outer space, there is no air. Hence, atmospheric pressure is not experienced in space. This causes the breaking of blood vessels due to the high pressure of blood. In order to prevent this, space travelers use special kind of suits which provide a pressure equal to the atmospheric pressure to their body. ബഹിരാകാശത്ത് വായു ഇല്ലാത്തതിനാൽ അവിടെ അന്തരീക്ഷമർദ്ദം ഉണ്ടാവുകയില്ല. ഇത് കാരണം രക്തത്തിൻ്റെ മർദ്ദം കൂടുകയും രക്തക്കുഴലുകൾ പൊട്ടാൻ ഇടയാവുകയും ചെയ്യും. ഇത് ഒഴിവാക്കാനാണ് ബഹിരാകാശ യാത്രികർ പ്രത്യേകതരം വസ്ത്രം ധരിക്കുന്നത്. As mountaineers climb higher altitudes, there is the possibility of nasal bleeding. As height increases from the sea level, atmospheric pressure decreases. It is very low at the top of high mountains. Since the atmospheric pressure is very low, small blood vessels in the tender part of the nose may burst. This is the reason for nasal bleeding of mountaineers. സമുദ്ര ഉപരിതലത്തിൽ നിന്നും ഉയരങ്ങളിലേക്ക് പോകുന്തോറും അന്തരീക്ഷമർദ്ദം കുറവായിരിക്കും. പർവ്വതങ്ങളുടെ മുകളിൽ അന്തരീക്ഷമർദ്ദം വളരെ കുറവായിരിക്കും. അന്തരീക്ഷമർദ്ദം കുറവായതിനാൽ ബ്ലഡ് പ്രഷർ കൂടുതലായിരിക്കും. ഇതിനാലാണ് മൂക്കിൽ നിന്നും രക്തസ്രാവം ഉണ്ടാകുന്നത്. ഫിക്സിംഗ് റബ്ബർ സക്കേഴ്സ് ഓൺ പോളിഷിംഗ് സർഫസസ്. When the suckers are pressed firmly on smooth surfaces, the air between them and the surface is expelled. The space between the sucker and the plane surface become partially vacuum. The atmospheric pressure outside the sucker helps it to fix firmly on the surface. റബ്ബർ സക്കറുകൾ മിനുസമുള്ള പ്രതലങ്ങളിൽ പതിപ്പിക്കാൻ സാധിക്കുന്നു. അവയ്ക്കിടയിലെ വായു നീക്കം ചെയ്യുന്നത് കാരണം അന്തരീക്ഷമർദ്ദം അവയെ പ്രതലങ്ങളിൽ ഉറപ്പിച്ചു നിർത്തുന്നതാണ് കാരണം. ഭൂമിയുടെ ഉപരിതലത്തിൽ സമുദ്രനിരപ്പിൽ യൂണിറ്റ് പരപ്പളവുള്ള വായുരൂപത്തിൻ്റെ ഭാരത്തെ ഒരു അന്തരീക്ഷമർദ്ദമായി കണക്കാക്കുന്നു. ഇത് 0.76 മീറ്റർ ഉയരവും യൂണിറ്റ് പരപ്പളവ് അഥവാ 1 മീറ്റർ സ്ക്വയർ പരപ്പളവുമുള്ള രസയൂപത്തിൻ്റെ ഭാരത്തിന് തുല്യമായിരിക്കും. ഇതാണ് പ്രമാണ അന്തരീക്ഷമർദ്ദം, സ്റ്റാൻഡേർഡ് അറ്റ്മോസ്ഫറിക് പ്രഷർ. അന്തരീക്ഷമർദ്ദത്തിൻ്റെ യൂണിറ്റ് ബാർ ആകുന്നു. അന്തരീക്ഷമർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ബാരോമീറ്റർ. The weight of an air column above unit area on the surface of Earth at sea level is considered as 1 atmospheric pressure. This is equivalent to the weight of mercury column of height 0.76 meter and unit area of 1 meter square. This is standard atmospheric pressure. The unit of atmospheric pressure is bar. The instrument used to measure atmospheric pressure is barometer. Practical applications of atmospheric pressure. It is possible to drink water or juice using straw. Ink can be taken from the bottle using filler. Pumping of water from the well. നിത്യജീവിതത്തിൽ അന്തരീക്ഷമർദ്ദം പ്രയോജനപ്പെടുന്ന സന്ദർഭങ്ങൾ പരിശോധിക്കാം. സ്ട്രോ ഉപയോഗിച്ച് ദ്രാവക രൂപത്തിലുള്ള പദാർത്ഥങ്ങൾ കുടിക്കാൻ സാധിക്കുന്നു. ഒരു ഫില്ലർ ഉപയോഗിച്ചുകൊണ്ട് മഷി എടുക്കാൻ സാധിക്കുന്നു. കിണറിൽ നിന്നും
ജലം പമ്പ് ചെയ്യാൻ സാധിക്കുന്നു.